എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബാങ്കുകളുടെ ധർമ്മങ്ങളെക്കുറിച്ചും ATMനെ കുറിച്ചും എല്ലാം പഠിച്ചിരുന്നു. ഇന്ന് നമുക്ക് ബാങ്കിംഗ് രംഗത്തെ ആധുനിക പ്രവണതകളെക്കുറിച്ച് പരിചയപ്പെടാം. സാങ്കേതിക മികവോടെ സേവനം നൽകുന്ന ബാങ്കുകളുടെ ചില നൂതന സവിശേഷതകൾ പരിചയപ്പെടാം. 1. ഇലക്ട്രോണിക് ബാങ്കിംഗ് അഥവാ ബാങ്കിംഗ്. ബാങ്കുകൾ കമ്പ്യൂട്ടർവൽക്കരിക്കുകയും ATM സൗകര്യം ലഭ്യമാക്കുകയും വഴി ബാങ്കിംഗ് സേവനം ഏത് ബാങ്ക് വഴിയും ലഭിക്കുന്നത് എളുപ്പമായി. നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിംഗ്. എല്ലാ സമയത്തും ബാങ്കിംഗ്, എല്ലായിടത്തും ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ഫോണിലൂടെയുള്ള ബാങ്കിംഗ് എന്നിവ ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ ഭാഗമാണ്. ബാങ്കിംഗ് ഉപകരണങ്ങളുടെയോ ഉദ്യോഗസ്ഥരുടെയോ സഹായം ഇതിനാവശ്യമില്ല. ബാങ്ക് അക്കൗണ്ടും നെറ്റ് ബാങ്കിംഗ് സൗകര്യവും മാത്രം മതിയാവും. ഇത് എങ്ങനെയൊക്കെ സഹായകമാകുന്നു എന്ന് നോക്കാം. 1. വീട്ടിൽ നിന്നു തന്നെ ലോകത്തെവിടെയും പണം അയക്കാനും ബില്ലുകൾ അടയ്ക്കാനും കഴിയും. 2. കുറഞ്ഞ സമയം മതിയാകും. 3. ഇതിനുള്ള സർവീസ് ചാർജ് കുറവാണ്. ഇനി ഇലക്ട്രോണിക് ബാങ്കിംഗ് വഴിയുള്ള ചില സൗകര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോർ ബാങ്കിംഗ്. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിന്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിംഗ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സൗകര്യമാണ് കോർ ബാങ്കിംഗ്. ഈ കോർ ബാങ്കിംഗ് എന്താണ് എന്നതും ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇതുവഴി ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, ടെലി ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ വന്നു. ഇതോടെ ബാങ്കിംഗ് ഇടപാടുകൾ ലളിതമായി. ഈ സൗകര്യം ഉപയോഗിച്ച് ഒരു സ്ഥലത്തുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം മറ്റൊരു സ്ഥലത്തുള്ള തൻ്റെ സുഹൃത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കാൻ കഴിയും. ഈ കോർ ബാങ്കിംഗ് എന്ന പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി എന്താണ് സഹകരണ ബാങ്കുകൾ അഥവാ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് നോക്കാം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിന്റെ പ്രധാന ലക്ഷ്യം. കൃഷിക്കാർ, കൈത്തൊഴിലുകാർ, ചെറുകിട വ്യവസായികൾ തുടങ്ങിയവരാണ് സഹകരണ ബാങ്കിൽ നിന്ന് കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ് സഹകരണ ബാങ്കുകളുടെ പ്രധാന ഉദ്ദേശങ്ങൾ എന്ന് നോക്കാം. 1. ജനങ്ങൾക്ക് വായ്പ നൽകുക. 2. സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക. 3. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക. 4. ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക. ഈ സഹകരണ ബാങ്കുകളുടെ വിവിധ തലങ്ങൾ എങ്ങനെയാണ് ചിത്രീകരിക്കുക എന്ന് നോക്കാം. ഏറ്റവും താഴെ തട്ടിലുള്ളത് പ്രാഥമിക സഹകരണ ബാങ്കുകൾ, അതിനു മുകളിൽ ജില്ലാ സഹകരണ ബാങ്കുകൾ, അതിനു മുകളിലാണ് സംസ്ഥാന സഹകരണ ബാങ്കുകൾ. ഇനി സഹകരണ ബാങ്കുകളുടെ വിവിധ തലങ്ങളും അവയുടെ ധർമ്മങ്ങളെയും കുറിച്ച് പരിചയപ്പെടാം. പ്രാഥമിക സഹകരണ ബാങ്കുകൾ. അത് ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രവർത്തന പ്രദേശത്തിന്റെ പരിധി കുറവായിരിക്കും. ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു. ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുന്നു. ഇനി ജില്ലാ സഹകരണ ബാങ്കുകളുടെ ധർമ്മങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. 1. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു. 2. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നു. സംസ്ഥാന സഹകരണ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്നാൽ 1. സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ് സംസ്ഥാന സഹകരണ ബാങ്ക്. 2. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം നൽകുന്നു. വാണിജ്യ ബാങ്കുകളെ പോലെ അടിസ്ഥാന ബാങ്കിംഗ് ധർമ്മങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം സഹകരണ ബാങ്കുകൾ ഗ്രാമീണ മേഖലയിലും നഗരങ്ങളിലും വസിക്കുന്ന വ്യക്തികൾക്ക് പലതരത്തിലുള്ള വായ്പകൾ അനുവദിക്കുന്നുണ്ട്. ഇനി എന്താണ് വികസന ബാങ്കുകൾ എന്ന് പരിചയപ്പെടാം. വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവയ്ക്ക് പുറമെ സാമ്പത്തിക രംഗത്ത് വികസന ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇത്തരം ബാങ്കുകൾ ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കുന്നു. ഇപ്പോൾ കാർഷിക രംഗത്തും വാണിജ്യ രംഗത്തും ഈ ബാങ്കുകൾ വായ്പകൾ നൽകുന്നുണ്ട്. വികസന ബാങ്കുകളുടെ ചില പ്രധാന സവിശേഷതകൾ പരിചയപ്പെടാം. 1. വിവിധ മേഖലകളുടെ അഥവാ കൃഷി, വ്യവസായം, വാണിജ്യം തുടങ്ങിയ മേഖലകളുടെ വികസനത്തിന് സഹായിക്കുന്ന ഏജന്റായി പ്രവർത്തിക്കുന്നു. 2. വീട് നിർമ്മാണം, ചെറുകിട വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് വായ്പ നൽകുന്നു. ഇന്ത്യയിലെ വികസന ബാങ്കുകൾക്ക് ഉദാഹരണമാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് IFCI. ഇനി എന്താണ് സവിശേഷ ബാങ്കുകൾ അഥവാ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്ന് നോക്കാം. ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണിത്.
ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള എല്ലാ സഹായവും ഇത്തരം ബാങ്കുകൾ ചെയ്തു വരുന്നു. ചില സവിശേഷ ബാങ്കുകളുടെയും അവയുടെ സവിശേഷതകളെയും കുറിച്ച് പഠിക്കാം. ഒന്ന്, എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൻ്റെ സവിശേഷതകളാണ്: ഒന്ന്, ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്നു. രണ്ട്, ഈ മേഖലകളിലേക്ക് കടന്നുവരുന്ന വ്യക്തികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. അടുത്തതാണ് ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്, സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SIDBI. ഇനി ഇതിൻ്റെ സവിശേഷതകൾ പരിചയപ്പെടാം. ഒന്ന്, പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്നു. രണ്ട്, ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുകയാണ് ലക്ഷ്യം. ഇനി അടുത്തതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നബാർഡ്, നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആട്ടോ. എന്താണ് നബാർഡ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ സവിശേഷതകളാണ്: ഒന്ന്, ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. രണ്ട്, ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണിത്. മൂന്ന്, കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. പ്രത്യേക ലക്ഷ്യത്തോടെ ബാങ്കിംഗ് രംഗത്തേക്ക് പുതുതായി ചില ബാങ്കുകൾ കടന്നു വന്നിട്ടുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടവയാണ്: ഒന്ന്, മഹിളാ ബാങ്കുകൾ. രണ്ട്, പേയ്മെൻറ്റ് ബാങ്കുകൾ. മൂന്ന്, മുദ്രാ ബാങ്ക്. 2013 നവംബറിൽ ആരംഭിച്ച ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്നതായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം. എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുമ്പോൾ ഈ ബാങ്ക് വായ്പ നൽകുന്നത് കൂടുതലും വനിതകൾക്കായിരുന്നു. എന്നാൽ ഭാരതീയ മഹിളാ ബാങ്ക് ഇപ്പോൾ SBIയിൽ ലയിപ്പിക്കപ്പെട്ടു. കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി രൂപം കൊണ്ടവയാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. ഇവ ബാങ്ക് നൽകുന്ന സേവനങ്ങൾ പൂർണ്ണമായും നൽകുന്നില്ല. ഇവയുടെ ചില സവിശേഷതകൾ പരിചയപ്പെടാം. ഒന്ന്, 1 ലക്ഷം രൂപ വരെ മാത്രമേ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുകയുള്ളൂ. രണ്ട്, നിക്ഷേപകർക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു. മൂന്ന്, ഇവ വായ്പ നൽകുന്നില്ല. നാല്, ബാങ്ക് ഇടപാടുകൾക്ക് നിശ്ചിത ഫീസ് കമ്മീഷനാക്കി ഈടാക്കും. 5, ഡെബിറ്റ് കാർഡ് നൽകും, ക്രെഡിറ്റ് കാർഡ് നൽകില്ല. ചെറുകിട വായ്പ നൽകുന്നതിനായി അടുത്ത കാലത്ത് ആരംഭിച്ച മറ്റൊരു ബാങ്കാണ് മുദ്രാ ബാങ്ക്. ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും മുദ്രാ ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളുമായി വരാം. അതുവരേക്കും ബൈ.